ശ്രീ വിനോദ് നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. സ്കൂളിലെ തന്നെ മറ്റൊരു ഭാരവാഹിയാണ് അദ്ദേഹം എന്നറിയുന്നു. ശ്രീ വിനോദ്, ഇതാണോ ഒരു സ്കൂൾ സ്വീകരിക്കേണ്ട നടപടി എന്നുള്ളതാണ്? സ്വാഭാവികമായിട്ട് 3 ലക്ഷം രൂപ നൽകുന്നതിന് ഇപ്പോൾ ഒരു കുട്ടിയുടെ കാര്യം മാത്രമാണ് വാർത്തയായി പുറത്തു വരുന്നത്. മറ്റു കുട്ടികളോടും പൈസ നൽകാത്തവരോട് ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? ഹലോ, കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം മേഡം. നമ്മുടെ സ്കൂളില് നിലവിൽ 3 കരാർ അടിസ്ഥാനത്തിൽ 3 വാഹനവും സർക്കാർ നൽകിയ 2 വാഹനമാണ് ഇത് നാളെ വരെ ഓടി വരുന്നത്. അപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ വാഹനം ഓടുന്നത് ഒരു മാസം 50,000 രൂപയോളം ഒരു വാഹനത്തിന്. അങ്ങനെ 3 വാഹനത്തിന് 1.5 ലക്ഷം രൂപയാണ് 3 വാഹനത്തിനും കൂടെ നമ്മൾ ഒരു മാസം സ്വകാര്യ വാഹനത്തിന് കൊടുക്കുന്നത്. കൂടാതെ 2 സർക്കാർ വാഹനങ്ങൾ തന്നിട്ടുണ്ട്. ഈ 2 സർക്കാർ വാഹനം മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ഇതിന്റെ മെയിൻ്റനൻസ് ആയാലും ഇതിന്റെ ഡ്രൈവർ ശമ്പളവും ആയയുടെ ശമ്പളവും എല്ലാം ഈ കുട്ടികൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കുട്ടികളുടെ നിന്ന് കിട്ടുന്ന ഈ തുച്ഛമായ പൈസ വെറും 500 രൂപ, 450 രൂപ, 400 രൂപ ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളുടെ നിന്ന് വാങ്ങുന്നത്. ഈ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഓടിച്ചു പോകാൻ കഴിയുന്നുള്ളൂ. ഇപ്പൊ നിലവിൽ ഏകദേശം 3-3.5 ലക്ഷം രൂപയോളം ഈ അധ്യയന വർഷം തീരുമ്പോൾ ബാധ്യതയാണ്. വണ്ടി ഓടാൻ കഴിയാത്ത നിലവിലെ അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പൊതുവിൽ എല്ലാ കുട്ടികളെടുത്തും ഇങ്ങനെ ഫീസ് ഇങ്ങനെ തന്നാൽ മാത്രമേ നമുക്ക് വാഹനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ പേരന്റിന്റെ അടുത്ത് പറഞ്ഞ് ആ പൈസ കുറേശ്ശെ കൊണ്ട് തരണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിരുന്നാൽ പോലും 3 കുട്ടികൾ വരുന്ന ഒരു വീട്ടിൽ നിന്ന് 3 കുട്ടികൾ വരുന്ന വേറെ കുട്ടികളുണ്ട്. അവരെടുത്ത് നിങ്ങൾ 3 കുട്ടികളുടെ പൈസ തരണ്ട, നിങ്ങൾ 2 കുട്ടികളുടെ പൈസ തന്നാൽ മതി, ഒരു കുട്ടികളുടെ പൈസ ഞങ്ങൾക്ക് വേണ്ട. അതുപോലെ ഈ വർഷം അവസാനമാകുമ്പോൾ ഈ കുടിശ്ശിക ബാക്കിയുള്ള ഒത്തിരി വരുന്ന കുട്ടികളുടെ നിന്ന് ഞങ്ങൾ 2000-വും 1000-വും 3000-വും വേണ്ട. കാരണം സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഏകദേശം 750ഓളം പിള്ളേരുള്ള ഒരു സ്കൂളാണ്. നമ്മുടെ ഈ കുന്നക്കൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന UP സ്കൂളാണ് ഈ സ്കൂൾ. കാരണം ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ പ്രദേശത്ത് CBSE സ്കൂളുകൾ ഒരുപാടുണ്ട്. അതിനകത്ത് ഈ CBSE സ്കൂൾ ഒരുപാട് ശ്രീ വിനോദ്, അങ്ങ് തന്നെ പറഞ്ഞു സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്ന്. 500 രൂപയും 450 രൂപയൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള പൈസ ആകുന്നവരാണ് ഈ കേരളത്തിലുള്ള എല്ലാവരും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. മാത്രവുമല്ല, കയ്യിൽ പൈസ ഉണ്ടായിട്ട്, വീട്ടിൽ പൈസ ഉണ്ടായിട്ട് എൻ്റെ മകനോ മകളോ പോയി സ്കൂളിൽ പോയി പൈസ ഇല്ലാതെ നാണം കെടട്ടെ എന്ന് കരുതുന്നവരാകില്ല മാതാപിതാക്കളും. പൈസ കയ്യിലില്ലാത്തത് കൊണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം. 3 കുട്ടികൾ ഉണ്ടായിട്ട് അതിൽ 3 പേരുടെയും പൈസ വേണ്ട, ഒരാളുടെ മതി എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ടാകുമല്ലോ. പിന്നെയും ഈ കുട്ടികളോട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? കുട്ടികൾ അവരുടെ വീട്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ വേറൊരു ഫണ്ടിങ് നടത്തണം, അല്ലെങ്കിൽ അവരെ സഹായിക്കണം, കൂടുതൽ സമയം നൽകണമെന്ന് തോന്നാത്തതും, ഒപ്പം തന്നെ ഈ കുട്ടിയെ ഈ തരത്തിൽ ഉപദ്രവിക്കാൻ നീ ഉദ്ദേശിച്ച മാനസികമായി ആ കുട്ടിയെ ഉപദ്രവിക്കാൻ നിങ്ങൾ തയ്യാറാകുകയും ചെയ്ത മനസ്ഥിതി എന്താണെന്നുള്ളതാണ്. നമ്മൾ എന്തായാലും കുട്ടിയെ മാനസികമായിട്ട് വേദനിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടില്ല. കാരണം പൊതുവിൽ എല്ലാ കുട്ടികളെടുത്തും പറഞ്ഞത് തന്നെയാണ് ഈ കുട്ടികളടുത്ത് പറഞ്ഞത്. പോകുന്നതാണോ ശരിയായ മാർഗം? അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് ആ കുട്ടി സ്കൂളിലൂടെ വന്നിട്ടുണ്ട്. ആ കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ്, വണ്ടി കയറ്റാതെ പോയതാണ്, നീ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം പറയണമെന്ന് വീട്ടിലൊരു മാമൻ വന്നു, മാമൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് കുട്ടിയെ പറഞ്ഞ് പഠിപ്പിച്ച രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നത്. അത് കുട്ടിയുടെ പഠിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ആ കുട്ടിക്ക് ആ അനുഭവം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്ന് വീട്ടുകാർ പറയുന്ന ഒരു തെറ്റുമില്ല. നിങ്ങൾ സ്കൂൾ ബസ്സിൽ കയറ്റിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അന്നേ ദിവസം രാവിലെ 2 ദിവസം മുന്നേ ഈ പൊതുവിൽ കുട്ടികളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേ ദിവസം രാവിലെ ആ വീടിന്റെ മുറ്റത്തൂടെ വണ്ടി പോയപ്പോൾ ആ കുട്ടി വീടിന്റെ മുറ്റത്ത് റോഡ് സൈഡിൽ ഇല്ലായിരുന്നു. കുട്ടി നിന്നത് വീട്ടിന്റെ സിറ്റ് ഔട്ടിലാണ്. എന്നാൽ കുട്ടി റോഡിൽ ഇറങ്ങി നിന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ വണ്ടി നിർത്തിയേനെ. കുട്ടി സിറ്റ് ഔട്ടിൽ നിന്നു. എല്ലാ കുട്ടികളും പരീക്ഷ എഴുതുന്ന ഉറപ്പാക്കുന്നതൊക്കെ സാധാരണഗതിയിൽ ഓരോ സ്കൂളും സ്വീകരിക്കുന്ന ഒരു മാർഗമാണല്ലോ. സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന കുട്ടിയെ എന്തുകൊണ്ട് വിളിക്കാൻ പറ്റുന്നില്ല? ഒരു ഹോൺ അടിച്ചാൽ കുട്ടി ഓടി വരില്ലേ? അത് കുട്ടി മനഃപൂർവ്വം വരാതിരുന്നതാണോ? അന്ന് പരീക്ഷ ഇല്ലായിരുന്നു മാഡം. അന്ന് പരീക്ഷയ്ക്ക് 2 ദിവസം മുന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അന്നപ്പോ സ്കൂളിൽ ബാക്കി കുട്ടികൾ പോയില്ലേ? ഈ കുട്ടിയും സ്കൂളിൽ പോകാനായി ബാഗുമായി റെഡിയായി നിൽക്കുകയല്ലേ വീട്ടിന് സിറ്റ് ഔട്ടില്? കഴിഞ്ഞ 2 വർഷമായി ഈ പേരന്റ്സ് നമ്മളെ സ്കൂളിൽ വരികയോ ഈ ഫീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാനോ തയ്യാറായിട്ടില്ല മാനേജ്മെന്റുമായിട്ട്. കാരണം കഴിഞ്ഞ വർഷവും ഇദ്ദേഹം ഒരുപാട് പൈസ തരാനുണ്ട്, ഈ വർഷം ഒരു പൈസ പോലും തന്നിട്ടില്ല. അപ്പൊ അത്തരത്തിൽ നമുക്ക് വാഹനം ഓടിച്ച് മുമ്പോട്ട് പോകാൻ വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് വന്നു. അത് എല്ലാ പിള്ളേരുടെ പറയുന്ന രീതി തന്നെയാണ് ഈ കുട്ടിയുടെ അടുത്തും പറഞ്ഞത്. ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ 2 വർഷമായി വന്നിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് വിളിച്ച് അന്വേഷിക്കുകയോ വീട്ടിൽ പോയി ചെന്ന് അന്വേഷിക്കുകയോ ചെയ്യാനാകില്ല നമുക്ക്? ഇല്ല, നമ്മൾ പല കാര്യങ്ങൾക്കും ഈ ഫീസിന്റെ കാര്യമല്ലാതെ മറ്റു കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി വിളിക്കാൻ പോലും അവർ ഫോൺ എടുക്കാറില്ല. അവർ മനഃപൂർവ്വം വരാതിരിക്കുകയാണ് ചെയ്യുന്നത്.
അതിനുള്ള മറുപടി ആ രക്ഷിതാക്കൾ തന്നെ പറയും. അങ്ങ് ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. അങ്ങയിലേക്ക് ഞാൻ തിരികെ വരാം.